പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളുള്ളത് പെരിന്തൽമണ്ണ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന CH സെന്ററിലാണുള്ളത്. ആതുര സേവന രംഗത്ത് മുസ്ലിം ലീഗിന്റെ മുഖമുദ്രയായ CH സെന്റർ ജീവകാരുണ്യ പ്രവർത്തനം എന്നുള്ള നിലക്ക് മുസ്ലിം ലീഗ് ലോകത്ത് തന്നെ അറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിൻ്റെ വലിയൊരു മുതൽക്കൂട്ടായി ഒരു കടമ്പ പെരിന്തൽമണ്ണക്കാർക്ക് അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ കുറച്ച് ഭാഗങ്ങളിൽ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഹോസ്പിറ്റൽ സിറ്റിയായ പെരിന്തൽമണ്ണയിൽ നാളെ ആതുര സേവന രംഗത്ത് മുസ്ലിം ലീഗിൻ്റെ മുഖമുദ്ര ചാർത്തിക്കൊണ്ട് നാളെ 3 മണിക്ക് പാണക്കാടിൻ്റെ പൂമുത്ത് പാണക്കാട് സയ്യിദ് സ്വാദിഖലി ശിഹാബ് തങ്ങൾ നാളെ 3 മണിക്ക് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. അതിൻ്റെ ഒരു ഫിനിഷിംഗ് വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ എത്തിയതാണ് ബഹുമാനായ നമ്മുടെ മോട്ടോർ തൊഴിലാളി യൂണിയൻ്റെ നിയോജക മണ്ഡലം STUവിൻ്റെ ട്രഷറർ സുധീർ അടക്കമുള്ള ഞങ്ങളുടെ STUവിൻ്റെ പ്രതിനിധികൾ എന്നുള്ളത്. CH സെൻറ്റർ എന്നുള്ളത് നമുക്ക് എന്നും ഒരു താങ്ങും തണലുമാണ് പാർട്ടിക്ക്. അപ്പോൾ ഈ ഒരു CH സെൻറ്റർ കൊണ്ട് എത്രത്തോളം നമുക്ക് പാർട്ടിക്കും അതുപോലെ തന്നെ സാധാരണ അടിത്തട്ടിൽ ഉള്ള ആളുകൾക്ക് പാവപ്പെട്ടവർക്കും അത്താണിയാവുമെന്നുള്ളത് നമ്മൾ വാക്കിലൂടെ പറയുമ്പോൾ എത്രത്തോളം അത് ഫലവത്താവുമെന്നുള്ളതാണ് സുധീറിൻ്റെ ഒരു അഭിപ്രായം. അതിൽ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പാർട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കാരുണ്യ പ്രവർത്തന രംഗത്ത് എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ് നമ്മുടെയൊക്കെ മുസ്ലിം ലീഗ് പാർട്ടി. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ പാവപ്പെട്ട രോഗികളായിക്കോട്ടെ, പാവപ്പെട്ട ആളുകളായിക്കോട്ടെ, ചികിത്സക്ക് പോലും വകയില്ലാതെ ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. അവർക്കൊക്കെ ഒരു താങ്ങും തണലുമായിട്ടാണ് നമ്മുടെ ഈ ബിൽഡിങ്, ഈ മുത്ത് എന്ന് തന്നെ നമുക്ക് പറയാം. നമ്മുടെ പെരിന്തൽമണ്ണക്കാർക്ക് എന്ന് തന്നെ പറയാം, ഒരു അഭിമാനകരമായ ഒരു സംഭവമായിട്ട് നാളെ 3 മണിക്ക് ഇവിടെ നമ്മുടെ പാലക്കാടിൻ്റെ പൂമുത്തുകൾ നമുക്ക് വേണ്ടി പ്രഖ്യാപിച്ച് ഉദ്ഘാടനം തരുന്ന ഒരു സംരംഭമായിട്ട് മാറട്ടെ. നാളെ എല്ലാവരും നമ്മുടെ ഈ പരിപാടി വൻ വിജയമാക്കി തീർണമെന്ന് കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. എൻ്റെ കൂടെയുള്ളത് കർഷക തൊഴിലാളി യൂണിയൻ്റെ മണ്ഡലം പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അഷറഫ് പുത്തൂരാണ്. അദ്ദേഹം ഞാനും ഈ ബിൽഡിംഗ് ഒന്ന് സന്ദർശിക്കണം, ഇവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കുക എന്നുള്ള മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഒരു എളിയ പ്രവർത്തകർ എന്നുള്ള നിരക്ക് കൂടിയാണ് ഈ ബിൽഡിംഗ് ഒന്ന് സന്ദർശിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളതും. അതുകൊണ്ട് നമുക്ക് ഈ വിജയം അല്ലെങ്കിൽ ഈ ഒരു ബിൽഡിംഗ് നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയ ഒരു സന്തോഷം തന്നെയാണ് എന്നാണ് എനിക്ക് അവസരത്തിൽ അറിയിക്കാനുള്ളത്. ഇവിടെ ഇപ്പോൾ നമ്മൾ CH സെൻ്ററുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അതിൽ എടുത്തു പറയേണ്ട ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ CH സെൻ്ററിൻ്റെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് AK മുസ്തഫ സാഹിബ്. അദ്ദേഹം ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപയുടെ ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ മനസ്സുകളുടെ ജീവകാരുണ്യ പ്രവർത്തകരുടെ, KMCCയുടെ, പ്രവാസികളുടെ, സാധാരണക്കാരുടെ, മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ഒക്കെ അകമഴിഞ്ഞ പിന്തുണയും സഹായം കൊണ്ട് തന്നെ അതിന് നേതൃത്വം നൽകി ഇതിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അഡ്വക്കേറ്റ് AK മുസ്തഫ സാഹിബിൻ്റെ പ്രവർത്തനം ശ്ലാഘനീയമാണ്. അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു കാര്യമെന്നുള്ളത് CH സെൻ്ററിൻ്റെ ആ പ്രവർത്തനം ഒരിക്കലും അത് തുടക്കം മുതൽ അവസാനം വരെ അതിൻ്റെ ഫിനിഷിംഗ് പോയിന്റ് വരെ നിർത്തിവെക്കേണ്ട ഒരു അവസരമില്ലാതെ അത് തുടർന്നു കൊണ്ടുപോകും എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അനർത്ഥമാക്കുന്ന രീതിയിൽ വളരെ കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് തന്നെ ഇത് ഈ ഒരു നിലയിലെത്തിക്കാൻ അതിൻ്റെ അതിൻ്റെ നേതൃത്വം നൽകി അതിൻ്റെ പ്രവർത്തനത്തിൽ ചുക്കാൻ പിടിച്ച അഡ്വക്കേറ്റ് AK മുസ്തഫ സാഹിബ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗമായി ഈയിടെ തെരഞ്ഞെടുത്തു. അതോടൊപ്പം തന്നെ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അധ്യക്ഷൻ എന്നുള്ള നിലക്ക്, ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു അധ്യക്ഷൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതിലും സന്തോഷം. അദ്ദേഹത്തിൻ്റെ ഒരു പ്രാഗൽഭ്യം ഈ ഒരു CH സെൻ്ററിന് ഗുണമായിട്ടുണ്ട്. ഇതിപ്പോൾ ഓഡിറ്റോറിയം, അതുപോലെ തന്നെ 2 മയ്യത്ത് ഒരേ സമയം കുളിപ്പിക്കാനുള്ള സൗകര്യം, അതുപോലെ തന്നെ രോഗികളായവർക്ക് അവിടെ ഹോസ്പിറ്റാലിറ്റിയിലെ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് മാറി വളരെ അവരവൻ്റെ വീട്ടിലുള്ള ഒരു അന്തരീക്ഷത്തിൽ രോഗികൾക്ക് ശുശ്രൂഷ നൽകാനും അവരുടെ ബന്ധുക്കൾക്ക് അവരെ അടുത്ത് തന്നെ ഇടപഴകാനും ഒക്കെയുള്ള സൗകര്യം, അതുപോലെ തന്നെ ഫാർമസി രംഗത്തെ വളരെ കുറഞ്ഞ പൈസ കൊടുത്തുകൊണ്ട് മരുന്നുകളും മറ്റുമൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ എല്ലാ ആതുര സേവന രംഗത്തെ CH സെൻ്ററിൻ്റെ വളണ്ടിയർ എന്ന് വേണ്ട എല്ലാ മേഖലയിലും നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു ബൃഹത്
പ്രസ്ഥാനമായി തന്നെ പെരിന്തൽമണ്ണ CH സെൻറ്റർ മാറും എന്നത് സംശയമില്ല. CH മുഹമ്മദ് കോയ സാഹിബ് മുസ്ലിം ലീഗിൻ്റെ അജയ്യനായ നേതാവ്, അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ പെരിന്തൽമണ്ണക്കാർക്ക് ഇങ്ങനെ ഒരു അഭിമാന സ്തംഭം ഇവിടെ വരുമ്പോൾ അതിൽ പങ്കാളികളാകാൻ, അതിലൊരു മുസ്ലിം ലീഗിൻ്റെ ഉറച്ച ചിന്തയോടുകൂടെ മുസ്ലിം ലീഗിൻ്റെ ആ ഒരു ഉറച്ച ചിന്തകാലികളായി നൂറ്റാണ്ട് കാലം മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരായൊക്കെ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോൾ അതിൽ ഇതുപോലുള്ള ഒരു അഭിമാന സ്തംഭം ഇവിടെ വരുമ്പോൾ ഏറ്റവും സന്തോഷിക്കുന്നത് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരായ മുസ്ലിം ലീഗിൻ്റെ സ്വന്തം തൊഴിലാളി യൂണിയൻ STUവിൻ്റെയൊക്കെ പ്രവർത്തകരാണ്. എല്ലാവിധ പിന്തുണയും സഹായവും സഹകരണവും സ്വന്തം തൊഴിലാളി യൂണിയൻ STUവിൻ്റെ എളിയ പ്രവർത്തകർ എന്നുള്ള നിലക്ക് ഞങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയും സഹായവും ഈ പ്രസ്ഥാനത്തിനും അതുപോലെ തന്നെ ഇതിന് എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും ഞങ്ങളുടെയൊക്കെ പിന്തുണയും സഹായവും ഉണ്ടാവുമെന്ന് കൂടി ഈ സമയത്ത് ഉണർത്തുകയാണ്. നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ഇതിൻ്റെ നേതാക്കൾ, പ്രിയപ്പെട്ട KP മജീദ് സാഹിബ് അടക്കമുള്ള നേതാക്കൾ, ബഹുമാന്യരായ നേതാക്കൾ, നാളെ ഒരുപാട് ആളുകൾ പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളൊപ്പം ബഹുമാന്യനായ പാണക്കാട് പണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അതുപോലെ തന്നെ ET മുഹമ്മദ് ബഷീർ സാഹിബ് MP, അതുപോലെ തന്നെ ആബിദ് ഹുസൈൻ തങ്ങൾ, പ്രിയപ്പെട്ട MLA അമീദ് മാഷെ, നജീബ് കാന്തപുരം, അങ്ങനെ ഒരുപാട് ആളുകൾ നാളത്തെ ഈ അനിൽകുമാർ MLA അടക്കം പങ്കെടുക്കുന്ന ഈ ഒരു മഹൽ സംരംഭം അത് വിജയത്തിലെത്തിക്കാൻ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ, അതോടൊപ്പം തന്നെ ജനാധിപത്യ വിശ്വാസികൾ, നാടിന് നന്മയ്ക്ക് വേണ്ടി ഉതകുന്ന ഒരു സംരംഭം നാളെ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും രാഷ്ട്രീയം മറന്ന് മറ്റെല്ലാം മറന്നുകൊണ്ട് നാളത്തെ ആ ഒരു 3 മണിയിലെ ആ ഒരു നല്ല ഏറ്റവും ഉഷ്ണമായ ഒരു സമയത്ത് 3 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന വേളയിൽ നിങ്ങളെല്ലാവരെയും ഹാർദവുമായി STUവിൻ്റെ ഇളയ പ്രവർത്തകർ എന്നുള്ള നിലക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ബാത്റൂമും സൗകര്യങ്ങളുമാണ് എൻ്റെ ഫിനിഷിംഗ് പോയിന്റിലാണ്. ഓഫീസ് സെറ്റപ്പാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓഫീസിൻ്റെ സൗകര്യം ഓണ് ഞാനും നാളെ ഫുള്ള് നേരത്തെ സൂചിപ്പിച്ച 2 മയ്യത്ത് ഒപ്പം കുറിപ്പിക്കാനുള്ള സൗകര്യം ചെയ്ത സ്ഥലമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ നാളെ നടക്കുന്ന ഉദ്ഘാടന വേദിയിൽ ഈ CH സെൻറ്ററുമായി ബന്ധപ്പെട്ട് നാളെ 3 മണിക്ക് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം താഴേക്കോട് പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി, ദീർഘനാളായി നൂറ്റാണ്ട് കാലം പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലൊക്കെ നിസ്സീമമായി സാന്നിധ്യം അറിയിക്കുന്ന പ്രിയപ്പെട്ട ജാഫർ മാഷ്, CH സെൻറ്റർ എന്നുള്ളത് പെരിന്തൽമണ്ണക്ക് എത്രത്തോളം ഉതകുമെന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ 2 വാക്ക്. പ്രിയമുള്ളവരെ, ദീർഘകാലമായി നമ്മുടെ പെരിന്തൽമണ്ണക്കാർ സ്വപ്നം കണ്ടിരുന്ന CH സെൻറ്റർ നാളെ ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ്. നമ്മുടെ പിന്നിൽ കാണുന്ന ഈ മനോഹരമായ ഈ കെട്ടിടം നാളെ ബഹുമാന്യനായ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മഹനീയ കരങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ഈ സമയത്ത് ഒട്ടനവധി സൗകര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് നമ്മുടെ CH സെൻറ്ററിൻ്റെ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊക്കെ ഭാവിയിൽ ഇവിടെയുള്ള നിരാശ്രയായ ആളുകൾക്ക് വളരെയധികം ഉപകാരപ്രദമാവും. മയ്യത്ത് കുളിപ്പിക്കാനുള്ള സൗകര്യം, ഉപ്പോയത്തങ്ങൾ ഹോസ്പിസ്, അതുപോലെ ഒട്ടനവധി സൗകര്യങ്ങൾ ഇതിനകത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിന് അണിയറ പ്രവർത്തകർക്ക് എല്ലാവിധ അഭിനന്ദനവും നേരുകയും നാളെ നടക്കുന്ന ഈ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നത്തെ അതോടൊപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളി ഫെഡറേഷൻ്റെ സംസ്ഥാന ട്രഷറർ AK നാസറുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ 2 വാക്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം കൂടി നമ്മൾ ഈ ഒരു CH സെൻറ്ററുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊന്ന് ഇതിന് മുമ്പായിട്ട് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് AK മുസ്തഫ സാഹിബുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് അദ്ദേഹം ഉണ്ടായിരുന്നു. എന്തായാലും 2 വാക്ക് അദ്ദേഹത്തിൻ്റെ. അസ്സലാമു അലൈക്കും. നമ്മുടെ പെരിന്തൽമണ്ണയ്ക്ക് ഒരുപാട് കാലങ്ങളായിട്ടുള്ള ഒരു സ്വപ്നമാണ് നാളെ നമ്മുടെ
സാദിഖലി ശിഹാബ് തങ്ങളുടെ കരങ്ങളാൽ ഉദ്ഘാടനം നിർവഹിക്കാൻ പോകുന്നത്. നമ്മുടെ പാവപ്പെട്ട ഒരുപാട് കുടുംബങ്ങൾക്ക് ഒരു ആശ്രയകേന്ദ്രമായിട്ട് പെരിന്തൽമണ്ണയിൽ തന്നെ ഇങ്ങനെ ഡയാലിസിസ് പോലെയുള്ള, അതുപോലെ തന്നെ പാവപ്പെട്ട രോഗികൾക്ക് നിത്യേന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് നമ്മുടെ ഈ ഡയാലിസിസ് പോലെയുള്ള മാരക രോഗങ്ങളുമായി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങളുണ്ട്. അവർക്കൊക്കെ നമ്മുടെ ഈ ഒരു CH സെൻറ്റർ വരും കാലങ്ങളിൽ അതൊക്കെ നമ്മുടെ പാവപ്പെട്ട രോഗികൾക്ക് ഉപകാരപ്രദമാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിനുവേണ്ടി പ്രവർത്തിച്ച നമ്മുടെ മുസ്ലിം ലീഗിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ KMCC പോലെയുള്ള ഒരുപാട് പോഷക സംഘടനകൾ ഈ CH സെൻറ്ററിന് വേണ്ടിയിട്ട് ഒരുപാട് സഹായ സഹകരണങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുണ്ട്. ഇനിയും ഇതുപോലെയും നമ്മുടെ ഈ CH സെൻറ്ററിന് വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങൾ എല്ലാവരുടെ പക്കൽ നിന്നും ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നാളത്തെ ഉദ്ഘാടന വേളയിലേക്ക് മുഴുവൻ നാട്ടുകാരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, എങ്കിൽ കൂടി നമ്മുടെ മണ്ഡലം മോട്ടോറിൻ്റെ ട്രഷറർ പ്രിയമുള്ളവരെ, നാളെയാണ് നമ്മുടെ സ്വപ്നം എന്ന് പറയുന്ന ഈ പിന്നിൽ നിൽക്കുന്ന ഈ ഉയർന്നു നിൽക്കുന്ന ഈ കെട്ടിടം നമ്മുടെ നാടിന് സമർപ്പിക്കുകയാണ്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഒരുപാട് പാവപ്പെട്ട തൊഴിലാളികൾ ഒരു ചികിത്സക്ക് പോലും വകയില്ലാതെ കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവർക്കൊക്കെ ആയിട്ട് നമ്മളത് ഈ സ്ഥാപനം നാളെ നമ്മുടെ നേതാക്കൾ, നമ്മുടെ പാണക്കാട്ടെ മണിമുത്തുകൾ, നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, മന്ത്രിമാർ, MLA മാർ, MP മാർ, അങ്ങനെയുള്ള എല്ലാവരും കൂടി ഈ നാട്ടിലെ ജനങ്ങൾ മൊത്തം എല്ലാവരും ഒരുമിച്ച് നിന്ന് നാളെ നമ്മുടെ ഈ സ്വപ്നം പൂവണിയുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പിന്നിൽ ഒരുപാട് തൊഴിലാളികൾ പ്രവർത്തിക്കുന്നുണ്ട്. മോട്ടോർ രംഗത്ത് ഒരുപാട് പാവപ്പെട്ടവരുണ്ട്. അവർക്കൊന്നും ചികിത്സ ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിലൊക്കെ പോകാൻ ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകളാണ്. അവർക്കൊക്കെ വേണ്ടി നമ്മുടെ ഈ CH സെൻറ്റർ ഒരു ഉപകാരപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് നമുക്കൊക്കെ. അതുകൊണ്ട് ഈ അവസരത്തിൽ നാളെ എല്ലാവരും ഇതിന് മാറി നിൽക്കാതെ കൃത്യം 3 മണിക്ക് തന്നെ എത്തിച്ചേർന്ന് ഈ ഉദ്ഘാടന വേളയിൽ പങ്കെടുക്കണമെന്ന് വിനീതമായി എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരൊക്കെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നമ്മളെ CH സെൻറ്ററിൻ്റെ വിഷയം നമ്മൾ പറയുമ്പോൾ ഈസാഖാനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അജയ്യനായ ഖത്തർ KMCCയുടെ സമുന്നതരായ നേതാവ്, വേൾഡ് KMCC ഒക്കെ ഭാരവാഹിയായ ഖത്തർ ഈസാ സാഹിബിനെ നമുക്കൊരിക്കലും ഇതിൽ മറക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത്, CH സെൻറ്റർ എന്ന സംരംഭം യാഥാർത്ഥ്യമാക്കുന്നതിൽ കോഴിക്കോട് CH സെൻറ്ററിൻ്റെ നെടുനായകത്വം വഹിക്കുന്ന ബഹുമാന്യനായ പാവപ്പെട്ടവരുടെ അത്താണി, വർത്തമാനകാലത്തെ CH എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് ബഹുമാന്യനായ ET മുഹമ്മദ് ബഷീർ സാഹിബ്. അദ്ദേഹത്തെയും നമുക്ക് ഈ CH സെൻറ്ററിൻ്റെ പറയുമ്പോൾ എടുത്തു പറയേണ്ട വ്യക്തിത്വമാണ്. CH സെൻറ്ററിനെ നമ്മൾ പെരിന്തൽമണ്ണ CH സെൻറ്ററിനെ പറയുമ്പോൾ അതിന് ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ അഡ്വക്കേറ്റ് AK മുസ്തഫ സാഹിബ്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഇതിൻ്റെ കൃത്യമായ നെടുനായകത്വം വഹിച്ച് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന അഡ്വക്കേറ്റ് AK മുസ്തഫ സാഹിബ്, ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ നേതൃത്വം വഹിച്ച അഡ്വക്കേറ്റ് AK മുസ്തഫ സാഹിബിനെ നമ്മൾ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. CH സെൻറ്ററിലെ സേവനങ്ങൾ, പൂക്കോയത്തങ്ങൾ, ഹോസ്പിസ്, പാലിയേറ്റീവ് കെയർ, ഫാർമസി, അതുപോലെ തന്നെ ലബോറട്ടറി, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, മയ്യത്ത് പരിപാലന കേന്ദ്രം, വളണ്ടിയർ ട്രെയിനിങ്, ട്രോമോ കെയർ സെൻറ്റർ, സൗജന്യ ഭക്ഷണ വിതരണ കേന്ദ്രം, ഫിസിയോതെറാപ്പി സെൻറ്റർ, ആംബുലൻസ് സേവനം, ഇത്രയും സേവനം പെരിന്തൽമണ്ണ CH സെൻറ്ററിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ബഹുമാനനായ പാണക്കാട് സയ്യിദ് സ്വാദിഖലി ശിഹാബ് തങ്ങൾ അമീറുൽ ഉമ്മ നാളെ 3 മണിക്ക് ഇത് പെരിന്തൽമണ്ണക്കാർക്ക് സമർപ്പിക്കുകയാണ്. ആ മഹൽ സംരംഭത്തിലേക്ക്, ആ നിമിഷത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ബഹുമാന്യനായ KPA മജീദ് സാഹിബ്, പെരിന്തൽമണ്ണ CH സെൻറ്ററിൻ്റെ പ്രസിഡൻ്റാണ് അദ്ദേഹം. ഇതിൻ്റെ നെടുനായകത്വം വഹിക്കുന്ന പ്രിയപ്പെട്ട നേതാവ്, മുസ്ലിം ലീഗിൻ്റെ
അജയ്യനായ നേതാവ്, മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി, മുൻ ചീഫ് വിപ്പ് ഒക്കെ പദവി അലങ്കരിച്ച പ്രിയപ്പെട്ട KPA മജീദ് സാഹിബാണ് നാളത്തെ നമ്മുടെ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത്. പെരിന്തൽമണ്ണ നമ്മൾ പറയുമ്പോൾ ബഹുമാന്യനായ അഡ്വക്കേറ്റ് നാലകത്ത് സൂപ്പി സാഹിബ് പെരിന്തൽമണ്ണയിൽ നിന്നും 6 പ്രാവശ്യം ജനപ്രതിനിധിയായി നിയമസഭയിലെത്തുകയും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി ചുമതലയേൽക്കുകയൊക്കെ ചെയ്ത മുൻ വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് നാലകത്ത് സൂപ്പി സാഹിബ് നമ്മുടെ നാളത്തെ ഈ വേദിയിലും അതോടൊപ്പം തന്നെ ഈ CHC സെൻറ്റർ ഇവിടെ സമർപ്പിക്കുന്നതിലൊക്കെ മുഖ്യ പങ്കുവഹിച്ച നേതാവ് കൂടിയാണ്. അതോടൊപ്പം തന്നെ നാളെ നമ്മൾ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന പ്രിയങ്കരനായ മഞ്ചേരിയുടെ നായകൻ അഡ്വക്കേറ്റ് UA ലത്തീഫ് സാഹിബ് നാളത്തെ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിന് CHC സെൻറ്ററിന് സ്ഥലം അനുവദിച്ച പുത്തങ്കോട്ട് ഫാമിലി സിറ്റിസൺ ഗ്രൂപ്പ് അവരാണ് ഇതിൽ അനുവദിച്ചത്. അവർക്ക് ഹൃദയംഗമായ നന്ദിയും കടപ്പാടും ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകൻ എന്നുള്ള നിലക്ക് അവർക്ക് നന്ദിയും കടപ്പാടും സമർപ്പിക്കുകയാണ്. നാളത്തെ നമ്മുടെ മറ്റൊരു അതിഥി പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ നാളെ നമ്മുടെ പരിപാടി സംബന്ധിക്കുന്ന മറ്റൊരു അതിഥിയാണ്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി മണ്ണാർക്കാടിൻ്റെ പ്രിയങ്കരനായ ജനപ്രതിനിധി അഡ്വക്കേറ്റ് N ശംസുദ്ദീൻ സാഹിബ് നാളത്തെ നമ്മുടെ പരിപാടിയിൽ അതിഥിയായി എത്തുകയാണ്. പ്രിയങ്കരനായ AP അനിൽകുമാർ MLA വണ്ടൂരിൻ്റെ നായകൻ നാളത്തെ നമ്മുടെ വേദിയെ ധന്യമാക്കുന്ന ആ പരിപാടിയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൂടി ഉണ്ട് എന്നതിൽ വളരെ സന്തോഷം. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു CHC സെൻറ്റർ ഇവിടെ യാഥാർത്ഥ്യമാക്കുമ്പോൾ അതേ പ്രിയങ്കരനായ നമ്മുടെ നിയോജക മണ്ഡലത്തിൻ്റെ പ്രിയങ്കരനായ MLA നജീബ് കാന്തപുരം അദ്ദേഹത്തിൻ്റെ സംഭാവന കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കാലയളവിലാണ് ഈ CHC സെൻറ്റർ ഇവിടെ യാഥാർത്ഥ്യമാക്കുന്നത് എന്നുള്ളത്. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് എന്നും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ജനഹൃദയങ്ങളിൽ സ്ഥാനം ലഭിച്ച പ്രിയങ്കരനായ നജീബ് കാന്തപുരം MLA നമ്മൾ ഈ സമയത്ത് അദ്ദേഹത്തെ കൂടി ഓർത്തെടുക്കുകയാണ്. പ്രിയങ്കരനായ മഞ്ഞളാംകുഴി അലി സാഹിബ് പെരിന്തൽമണ്ണയുടെ മുൻ വികസന നായകൻ, 2 പ്രാവശ്യം പെരിന്തൽമണ്ണയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിയമസഭയിലെത്തിയ പ്രിയങ്കരനായ മഞ്ഞളാംകുഴി അലി സാഹിബ് മങ്കടയുടെ പ്രിയ നായകൻ നാളെ നമ്മുടെ പരിപാടിയിൽ സംബന്ധിക്കുന്നു. പ്രിയങ്കരനായ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി കോട്ടക്കൽ നിയമസഭയുടെ ജനപ്രതിനിധി നിയമസഭാ സാമാജികൻ പ്രിയങ്കരനായ ആബിദ് ഹുസൈൻ തങ്ങൾ നാളത്തെ നമ്മുടെ പരിപാടിയിൽ അതിഥിയായി എത്തുന്നു. അദ്ദേഹത്തെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക. ബഹുമാന്യനായ പാണക്കാടിൻ്റെ പൂമുത്ത് മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിന് മലപ്പുറം ജില്ലയിലെ അമരക്കാരനായി നേതൃത്വം നൽകി സർവസമ്മതനായ പാണക്കാടിൻ്റെ പൂമുത്ത് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളും നമ്മുടെ നാളത്തെ പരിപാടിയിൽ അതിഥിയായി എത്തുകയാണ്. CHC സെൻറ്ററിൻ്റെ ദൂരദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെരിന്തൽമണ്ണ ടൗണിൽ ഏറ്റവും അനുയോജ്യമായ സ്ഥലത്താണ് CHC സെൻറ്റർ ഇവിടെ നാളെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നത്.